നേതാവേ മനസ്സിലാവുന്നുണ്ടോ? വീട്ടിൽ നമ്മുടെ സത്യമൂർത്തി സാറിന്റെ ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ കണ്ടായിരുന്നില്ലേ? കമൽ. സാറിനെ കാണാൻ പറഞ്ഞു. സാറേ ഈ അപേക്ഷ അല്ല, സബ്വേ പണിന്നുകൊണ്ട് വീട് ഇടിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്, അപേക്ഷ കൊടുക്കാൻ. അതെല്ലാം ചെയ്തു, ഒന്നും നടക്കുന്നില്ല. അത് അപേക്ഷ കൊടുത്താൽ മതി. സാറ് അപേക്ഷ കൊടുക്കാനല്ല തന്നോട് പറഞ്ഞേ. സാറിനെ പ്രതീക്ഷിച്ച വന്നത്. എന്തിനാ കയ്യെ പിടിച്ചത്? അല്ല സാറേ, തന്റെ വീടിന് മാത്രമേ പ്രശ്നമുള്ളൂ. അത് നോക്കുന്ന മാത്രമാണ് എന്റെ ജോലി. ഇവിടെ ഓരോ വീട്ടിലും പോയി നിങ്ങൾ കഴിച്ചോ, നിങ്ങൾക്ക് അസുഖമുണ്ടോ, നിങ്ങളുടെ മോളെ കെട്ടിച്ചു വിട്ടോ, ഇതൊക്കെ തിരക്കുന്നതാണ് എന്റെ ജോലി. പോടാ. എന്താ സാറേ ഇത്? വോട്ട് ചോദിച്ച് വീട് അന്വേഷിച്ച് വരുമ്പോ ഞങ്ങൾ എത്ര മര്യാദ തന്നു. ഒരു കാര്യത്തിന് വേണ്ടി സാറിന്റെ അടുത്ത് വന്ന് അപമാനിക്കുന്നല്ലേ? ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെ സി എം ആയനെ? നീ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ സി എം ആയത്. തമാശ കളിക്കുക. എന്താടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇനി എന്റെ മുന്നിൽ കണ്ട കൊന്നുകളയും ഞാൻ. ഇറക്കി വിടാവനെ. എന്താ മോനെ ഇത്? ചെറിയ പ്രശ്നമെന്നല്ലേ പറഞ്ഞത്? സബ്വേ കോൺട്രാക്ടർ വിഷയം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ഞാൻ നേതാവിന്റെ അടുത്ത് പോലും കൊണ്ടുപോകില്ലായിരുന്നു. ആ കോൺട്രാക്ടർ എടുത്തത് ആരാന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നമ്മുടെ നേതാവ് തന്നെ മോനെ. എന്താ ചേട്ടാ? അതെ മോനെ, കൂടെ പോയില്ല ഒന്ന് കുലുക്കിക്കൊണ്ട്. അതിന്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്. വീട് പോയാ പോട്ടെ, നിന്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. പദവിയും അധികാരവും എല്ലാം ആ മഹാഭാവിയുടെ അടുത്തുണ്ട്. അവനെ എതിർത്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോ മോനെ, പോ. എനിക്കറിയാം മുത്തശ്ശ, ഇത് വെറും വീടല്ല, എന്റെ ജീവന. വിട്ടുകൊടുക്കുവോ ഞാൻ? ആരാടാ നിന്റെ ആന്റി? നിന്നെ സാധാരണ ഒരു വേലക്കാരനെ പോലെ ഞാൻ കണ്ടേ, സ്വന്തക്കാരനായിട്ട് കണ്ടിട്ടേ ഇല്ല. ഇനി എന്റെ മുന്നിൽ കണ്ട കൊന്നുകളയും ഞാൻ. ഇറക്കി വിടാവനെ. അങ്ങോട്ട് നോക്കടാ, നിക്ക്. ഓട്ടോ ഇവിടെ കൊണ്ടിട്ട് നീ എന്തെടുക്കാടാ? നീ ആരാടാ? വില പേശി കിട്ടാനുള്ള അടി കുറയ്ക്കാൻ വന്നിരിക്കുക. കമലേത് വേറെ വിഷയം. ഞാൻ നോക്കിയോളാം. എടോ, ഞങ്ങൾ വന്ന് അടച്ചോളാം. പൊക്കോ. പോകാൻ പറഞ്ഞില്ലേ? പോ. അല്ല കമലെ, ഡ്യൂ കെട്ടാനുള്ള കാശ് കിട്ടിയായിരുന്നോ? ഇല്ല അയ്യപ്പ, രമണി ചേച്ചിയോട് ഞാൻ വന്ന് സംസാരിക്കാം. അവിടെ സംസാരിക്കാനായിട്ട് ആളില്ലെന്നാ വിചാരിച്ച പോയി സംസാരിക്കാൻ. അവരാരാന്നറിയാവോ? അറിയത്തില്ല, പോയി മനസ്സിലാക്കാൻ. പറയുന്ന കേക്ക്, അവരോടൊന്നും പോയി സംസാരിക്കാൻ. അവർ മോശപ്പെട്ട ആൾക്കാരാ. ഇവിടെ പറയുന്ന കേക്ക്. ഇവിടെ ആയിരുന്നെങ്കിൽ എന്റെ ഓട്ടോ മാത്രമേ പോകത്തുള്ളായിരുന്നു. അവിടെ ചെന്ന് അവരെന്റെ തല വെട്ടിയെടുക്കും. വെട്ടിയാൽ അങ്ങോട്ട് വെട്ടട്ടെ. (1932) പാരമ്പര്യമുള്ള വീടാണല്ലോ. പാരമ്പര്യമുള്ള വീടൊന്നുമല്ല, സേട്ടുവിന്റെ പഴയ വീടായത്. രമണി ചേച്ചി അവനെ പറ്റിച്ചെടുത്താണ്. സാധാരണ സേട്ടല്ലേ വീട് പൊക്കുന്നേ, ഇതൊരു പെണ്ണാണോ വീട് പൊക്കി? രമണി ചേച്ചി എന്ന് പറഞ്ഞപ്പോ മിടുക്കിയായ ഒരു ആന്റി ലോഹിപ്പ് സാരി ചുറ്റി വാനറ വെറ്റില പാക്കിട്ട് ആളാന്ന് വിചാരിച്ചോ? ഇതൊരു സ്ത്രീ മൈക്ക് ടൈസനാ. പറയുന്ന കേക്ക്, വാ പോകാം. എന്തിനാ നീ പേടിക്കുന്നേ? എത്രയാ ലോൺ തന്നത്? മുതൽ എത്ര, പലിശ എത്ര? ഒപ്പങ്ങാൻ ഇട്ട് കൊടുത്തു. എന്റെ പ്രശ്നം തീർക്കാൻ പറ്റിയ ബഹദൂർ ബാദ്ഷാ. ചന്ദ്രബോസിന് ഫോൺ ചെയ്യടാ. അവൻ എന്ത് ചെയ്തോണ്ടിരിക്കാ? പറയടാ വരാൻ. ഒരുത്തനും വിടില്ല. വരുമല്ലോ അല്ലേ? അടുത്ത 2 മാസത്തിനുള്ളിൽ കൗൺസിലർ ഇലക്ഷൻ വരുമല്ലോ. എല്ലാം ഇങ്ങോട്ട് വരുമല്ലോ, കൈക്കൂലിയും ചോദിച്ചോണ്ട്. അന്നേരം കണ്ടോളാം. വന്ന് കാശ് ചോദിക്കല്ലോ അല്ലേ? അവർക്ക് നിന്നെ വെറുതെ പൈസ കൊടുക്കുന്നേ, നിങ്ങൾക്ക് കൗൺസിലർ ആയ പോലെ. അയ്യോ, എന്താ ഇപ്പൊ കറക്റ്റ്? അയ്യപ്പ, ആരാടാ നീ? ഞാൻ ആരാണെങ്കിൽ എന്താ? ചേച്ചി ആരാണെന്ന് എല്ലാരും അറിയണം. ചേച്ചിയോട് ഓക്കെ പറയാൻ പറ, കൗൺസിലർ ആക്കി തരാൻ ഞാൻ. ഒന്ന് കേറ്റി തന്നാണ്ടല്ലോ. അയ്യേ, എന്തിനാ ഈ കത്തിയൊക്കെ എടുത്തോണ്ട് വരുന്നേ? എന്താ ചേച്ചി വലിയ ആളാവുന്ന ഇഷ്ടമല്ലേ? ഞങ്ങളെല്ലാം പേടിക്കുന്നു. ആര്, ഞാനോ? ഒന്ന് പോ ചേട്ടാ. അങ്ങോട്ട് നോക്ക്, ചേച്ചി ഇവിടെ വിഷമിച്ച് നിൽക്കുക. ഒരുത്തൻ ഐസ് വാട്ടർ കുടിക്കുന്നു. കുടിച്ചോ. ഇത്രയും നാളും കൊടുത്ത ശാപ്പാടിൽ ശരീരം വളർന്നല്ലോ. കൗൺസിലറാകാൻ നിങ്ങൾ സമ്മതിക്കും തോന്നുന്നില്ല. അങ്ങോട്ടൊന്ന് നോക്കടോ, എത്ര തേജസ്സുള്ള മുഖമാണെന്ന്. രാജകലയാണ്.
ഇതെല്ലാം ജനിക്കുമ്പോഴേ വരണം. എന്തിനാ കാറുന്നേ? വന്നവൻ ആരാന്ന് പോലും അറിയില്ല. അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചേച്ചിയാണെ കേട്ടോണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞത് കേട്ട് രാജകുടുംബത്തിൽ ജനിച്ചതുപോലെയുള്ള റിയാക്ഷൻ. കുറച്ചു നേരം മിണ്ടാതിരി. എന്താ നടക്കുന്നത് നോക്കാലോ. നമസ്കാരം ചേച്ചി. ആരാ നീ? ചേച്ചി കാരാപ്പുഴയാണോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ. ഇന്ന് വെറും തറയാ ഞാൻ. നാളെ രമണി ചേച്ചിയുടെ PA ആണ്. നീ ആരാന്നാ ഞാൻ ചോദിച്ചേ? എടാ ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ട് വാ. നീ പേടിക്കാതെ വാ. ഇവന്റെ വണ്ടിയുടെ പൈസ അടയ്ക്കാൻ വേണ്ടി വന്നാ. നീ പേടിക്കാതെ പറയാനുള്ള കാര്യം പറയും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഇതെന്താ കോഴിയെ കൊല്ലുന്ന പോലെ ഈസിക്ക് അങ്ങ് പറയുന്നത്? ഇവന്റെ വർത്താനം നിങ്ങൾ ആരും എടാ നീ ഒന്ന് പേടിക്കാതിരിക്കെ. ചേച്ചി ഞാൻ പറയാനുള്ള കാര്യം പറയാം. ഇഡലിക്കടയിൽ തുടങ്ങിയ ചേച്ചി ഇത്രയും ദൂരത്തെത്തി. ഇവിടുന്ന് എന്തുകൊണ്ട് ഉയർന്നുകൂടാ? ആരാ ചന്ദ്രൻ? അവനെല്ലാം ആകാമെങ്കിൽ ചേച്ചിക്ക് ആയിക്കൂടെ? ചേച്ചി നമ്മുടെ നാട്ടിൽ ചേച്ചിക്ക് നല്ല പേരുണ്ട്. പക്ഷെ പേര് മാത്രം പോരാ, പവറും വേണം, അധികാരം വേണം. 4 പേര് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കണം. ചിലർക്ക് മാത്രമേ ഇതൊക്കെ കിട്ടൂ. ചേച്ചിക്കതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മാസം എത്ര കൈക്കൂലി കൊടുക്കും ചേച്ചി? 1 ലക്ഷം രൂപ വരുമോ? എനിക്ക് 2 ലക്ഷം രൂപ താ. ഞാൻ കൗൺസിലറാക്കി കാണിച്ചു തരാം. ചേച്ചിയുടെ പൈസ വെറുതെ കളയാൻ വേണ്ടിയാ ചെലവാക്കി തോറ്റുപോയാ കഴുത്തറത്ത് ഞാൻ ചാകാം. ജയിച്ച നിന്നെ കൊല്ലട്ടെ ഞാൻ. എന്നെ വിശ്വസിക്കണം. എനിക്കാവശ്യം നിങ്ങളുടെ പണമല്ല. എന്തോ ചേച്ചിയെ കണ്ടപ്പോ പറയാൻ തോന്നി, പറഞ്ഞേ ഉള്ളൂ. എടാ അയ്യപ്പ വാ പോകാം. നിക്കവിടെ. കടുവാക്കുളത്ത് എവിടെയാ? താഴത്തങ്ങാടി ചേച്ചി. സംസാരം കൊള്ളാം. താങ്ക് യു ചേച്ചി. നമ്മുടെ നാടല്ലേ. എന്തായാലും കാലത്ത് വാ. ആയിക്കോട്ടെ ചേച്ചി. കമലെ കമലെ അവിടെ നിന്നേ. ഓട്ടോ ഡ്യൂവിന്റെ കാര്യം പറയാൻ വന്നിട്ട് ആ പെണ്ണുമ്പിളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. നിനക്കാണ് ഒരു ലോഡ് പ്രശ്നങ്ങളുള്ളത്. നീ എന്തിനാ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ തലയിടുന്നത്? എടാ അയ്യപ്പ, നീ പറയുന്ന പോലെ എനിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ ആളില്ല. അവൻ നമുക്ക് നന്മ ചെയ്യൂ, ഇവൻ നന്മ ചെയ്യുമെന്ന് നമ്മൾ കുറെ പേരെ വിശ്വസിച്ചു. പക്ഷെ എല്ലാവരും അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ മറക്കും. അതുകൊണ്ട് അവര് നമ്മളെ മറക്കാത്ത പോലെ എന്തെങ്കിലും ചെയ്താ? കെട്ടഴിക്കുന്ന ഒരു രസമാണെങ്കിൽ അഴിക്കാൻ പറ്റാത്ത കെട്ടിടുന്നത് അതിനേക്കാളും രസമാ. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ലല്ലേ? നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും. ശ്രീ, നീ വന്ന കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തുണ്ട് ശ്രീ, ടൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അമ്മ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്. എടോ, ഈ ഇലക്ഷന് നിന്നാ ജയിക്കുന്ന വാർഡ് ഏതാ? 125. എടോ പെണ്ണേ, 125 വാർഡിൽ നീ കൗൺസിലറായിട്ട് നിൽക്കേ. നിങ്ങൾ CM ആകും, ഞാനാണെങ്കിൽ കൗൺസിലറും. അയ്യോ ഇവളെന്താ എന്താ പറയുന്നത്? നോക്ക്, കൗൺസിലറായ മാത്രമേ മേയറാകാൻ പറ്റൂ. ഞാൻ മേയറോ? മേയർ വസുന്ധര, മേയർ വസുന്ധര. ഈ ജില്ലയുടെ മേയർ നീയായ എന്തൊക്കെ സംഭവിക്കുന്നു ദൈവത്തിന് മാത്രമേ അറിയൂ. വിജയം നമുക്ക്. പോയിട്ട് വാ. അയ്യോ, ഇവിടെ ഒരു ഒപ്പിട്ടേക്ക്. നമസ്കാരം. ഡെപ്പോസിറ്റ് അവർ വാങ്ങൂ. ഇവിടെ ആകെ മൊത്തം 25 ഡിവിഷൻ, 10 മണ്ഡലം, 132 വാർഡ്. നമ്മൾ നിൽക്കുന്നത് 125ാമത്തെ വാർഡ്. അവിടെ മൊത്തം 915 ഏരിയ ഉണ്ട്. ഒരു ഏരിയയിൽ 90 വീടുണ്ട്. ഒരു വീട്ടിൽ 5 പേരെ കണക്ക് കൂട്ടിക്കോ. മൊത്തം കൂട്ടിയ 2,76,000. അതിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർ 1,88,899 പേര്. അതിൽ ആണുങ്ങൾ 96,034 പേര്, പെണ്ണുങ്ങൾ 82,433. ആരെ എവിടെ തട്ടി വോട്ട് മണിക്കണോ നമുക്കറിയത്തില്ലേ. നീ വാടാ, ഞാൻ നോക്കിക്കോളാം. ഇവനെന്താടാ ഇവിടെ? അവനല്ലേ രമണിയുടെ കയ്യേ. ഇവൻ വലിയൊരു പുലിയാണ്. അവന്റെ മേലൊരു കണ്ണിരിക്കണം. അതെ, ഒരു ദിവസം കൊണ്ട് എങ്ങനെ രാഷ്ട്രീയത്തിൽ പുലിയായത്? അതൊന്നും ചോദിക്കരുത്, വെറുതെ അടിച്ചു വിട്ടന്നേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാൻ പറ. എന്താ വെറുതെ അടിച്ചു വിട്ടെന്നോ? നാട്ടുകാരുടെ പലിശക്കാശ് കൊണ്ട് ജീവിക്കുന്ന രമണി ചേച്ചിയെ ഒടുവിൽ നാട്ടുകാരുടെ മുന്നിൽ തെണ്ടിക്കേണ്ടി വരത്തരുത് കേട്ടോ. മക്കളെ, എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷെ ഞാൻ ഈ ഇലക്ഷനിൽ തോറ്റെന്ന് ജയിക്കും ചേച്ചി. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതല്ലേ. എന്താ
എടാ നീ എവിടെ പോവാ? ചേച്ചി, നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും. നമ്മൾ തോറ്റുപോവോ മുടക്കിയ കാശ് പോകുന്ന പേടിയുണ്ടെങ്കിൽ ഇതാ ഇത് വെച്ചോ. എടാ ഇത് എന്റെ ഓട്ടോയുടെ താക്കോലാ. ആരുടെ ആണെങ്കിലും എന്താ അയ്യപ്പ, ഉപകരിക്കാത്ത സാധനം ഉണ്ടെങ്കിൽ എന്താ പോയാലെന്താ? എനിക്ക് ഇലക്ഷന്റെ കാര്യങ്ങൾ നോക്കണം. എടാ, ഞാൻ എടാ, പോവാ. അവിടെ നിക്ക്. അതെന്റെ എന്റെ ഓട്ടോ ചേച്ചി. അതൊക്കെ CC അടച്ചെടുത്തോ. ചേച്ചി 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 ചേച്ചി. നേതാവേ, ഇതിന്റെ പേരാണോ രാഷ്ട്രീയം? അതുകൊണ്ടാണോ വരാത്തെ? എന്താ അയ്യപ്പ തനിച്ച് നടക്കുന്നത്? വാ, എന്റെ ഓട്ടോയിൽ പോവാം. നിന്റെ ഓട്ടോ അല്ലേ? ഞാൻ CC അടച്ച് സ്വന്തമാക്കട്ടെ എന്റെ ഓട്ടോ. നീ ബെറ്റ് വെച്ച് സ്വന്തമാക്കിയല്ലേ? എടാ അയ്യപ്പ, എന്താണോ ഇന്ന് നിന്റേതായിരിക്കുന്നത്, നാളെ ഇത് വേറൊരുവന്റേതാണ്. അവന്റെ അമ്മൂമ്മയുടെ ഒരു പഴഞ്ഞൻ തത്വമായിട്ട് വന്നിരിക്കും. അയ്യപ്പ, എന്റെ ഫ്രണ്ട് റോഡിൽ കൂടെ നടന്ന് എനിക്കാ നടക്കട്ടെ. വന്ന് വണ്ടിയെ കയറടാ. വാ, ഇരിക്കടാ. അല്ല, എങ്ങോട്ടാ പോകണ്ടേ? വീടി സ്വാമി ഒന്ന് കാണണം. നീ കുന്നംകുളത്തോട്ട് വണ്ടി വിട്ടെ. അയ്യപ്പ, ഇന്ന് ക്രിക്കറ്റ് വൈകിട്ടല്ലേ? ഈ സമയത്ത് ഇവിടെ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ഉച്ച സമയമല്ലേ, എല്ലാരും ക്രിക്കറ്റ് കളിക്കുമായിരിക്കും. ഇവിടെ നിർത്ത്. ഹര ഹര ഗുരുവേ. ആരാ ഈ പിച്ചക്കാരൻ? എടാ, അത് പിച്ചക്കാരനല്ല, സാമിയാ. നീ എന്തിനാ ഇവിടെ വന്നേ? ഒരുത്തിന് സന്തോഷത്തിന് നോ എൻട്രി എന്ന് ബോർഡ് വെച്ചാൽ ഒന്നുകിൽ വെള്ളം അടിക്കണം, അല്ലെങ്കിൽ സാമിയെ കാണണം. എന്റെ കയ്യിലാണ് വെള്ളം അടിക്കാൻ കാശുമില്ല. അതുകൊണ്ടാ സാമിയെ തന്നെ കാണാന്ന് വെച്ചത്. ആ മന്ത്രം, ഈ മന്ത്രം, 64 മൂലമന്ത്രം, എല്ലാ മന്ത്രങ്ങളുടെയും സൂത്രകലയാണവൻ. എന്ത് സൂത്രകലയാ സ്വാമി? എടാ വിഡ്ഢി, നിനക്കിതിനെ കുറിച്ച് അറിയില്ലേ? സാക്ഷാൽ ശിവഭഗവാനെ കുറിച്ചാടാ ഞാൻ പറഞ്ഞത്. കണ്ടോടാ, പവർ കണ്ടോ? എടാ മക്കളെ, ഈ മണ്ണും പെണ്ണും പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, ഈ രണ്ട് സാധനത്തിന്റെയും പിന്നാലെ ചുറ്റി നടന്ന ശരീരമെല്ലാം പിണ്ണാകുമെടാ പിണ്ണാക്കന്മാരെ. അയ്യപ്പ, നിന്നോടാ പറയുന്നേ. ഒരു കാലഘട്ടത്തിൽ കൃഷ്ണൻ പുല്ലാങ്കുഴലൂതി പറഞ്ഞതെന്താണെന്നറിയോ? നിങ്ങളുടെ മുന്നിലുള്ളവര് കറുപ്പാണോ വെളുപ്പാണോ എന്ന് നോക്കണ്ട, അവരുടെ മുഖം നല്ലതോ ചീത്തയോ എന്ന് ചിന്തിക്കണ്ട. നിന്റെ ജോലി നീ നോക്ക്, മറ്റുള്ളവരുടെ ജോലി അവര് നോക്കിക്കോളും. അല്ലല്ല, ആരെങ്കിലും ചിന്തിച്ചോ ഇത്? ഭഗവാൻ പറയുന്നത് എല്ലാത്തിനും ഒരു കാരണമുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നില്ലേ, അതിനും ഒരു കാരണമുണ്ട്. പൊയ്ക്കോളൂ, ചെല്ല്. സ്വാമിക്ക് വീട്ടിലെ പാക്ക് മാത്രം വെക്കരുത്. എന്നാ കുറച്ച് ചുണ്ണാമ്പൂട് വെക്കട്ടെ. കാണിക്ക വെക്ക് ചേട്ടാ. കാണിക്കയോ? സ്വാമി, മനസ്സ് തെരതല്ലുന്ന കടല് പോലെ ഇങ്ങനെ ഓളം തല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുക. എന്റെ മനസ്സൊന്ന് ശാന്തമാകാൻ വല്ല ഏലസ് ഉണ്ടെങ്കിൽ താ. നിനക്ക് 1000 ഏലസ് കെട്ടിയാലും നടക്കൂല. നിന്റെ അടിത്തറകളേക്ക് നാശമായിക്കൊണ്ടിരിക്കും. നിന്റെ മരണം വരെ അത് കാല് ചുറ്റി തന്നെ കിടക്കും. ചെല്ല്. നിന്റെ കൂടെ തന്നെ വന്നു സ്വാമി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിനക്കെന്താ പ്രശ്നം പറ. സ്വാമിക്ക് എന്താ പ്രശ്നമുള്ളേ? എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ. ഈ പിച്ചക്കാരന്റെ കോലമൊന്നും ഒരു പ്രശ്നമല്ലേ അപ്പോ? സ്വാമി, ഞാൻ ഇവിടെ കുറെ സ്വാമിമാരുടെ പ്രസംഗം കേട്ടുള്ളതാ. നിങ്ങളും നല്ല നല്ല കാര്യങ്ങളാ പറയുന്നത്. പക്ഷെ ആരെങ്കിലും നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ നോക്ക് സ്വാമി. അങ്ങോട്ട് നോക്കിയേ. കണ്ടില്ലേ, സ്വാമി എനിക്ക് മഞ്ഞ ചെറുടാ തന്നിരിക്കുന്നത്, എനിക്ക് ചുമന്ന ചെറുടാ തന്നത്. സ്വാമിയുടെ മഹിമ മുഴുവൻ വാക്കിലാണ്, കയറിലല്ലെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? കയറിന്റെ കളറിനെ കുറിച്ച് സംസാരിക്കും. എന്താണ് മക്കളെ നീ പറയുന്നേ? 1000 പേരെടുത്ത് പറഞ്ഞ അതിൽ 2 പേരുടെ മനസ്സിലെങ്കിലും പതിയും. ആവശ്യമില്ലാത്ത പറയാ സ്വാമി. 100 പേരോട് പറഞ്ഞ 1000 പേർക്കെങ്കിലും ചെന്ന് ചേരണം. അല്ല, അതെങ്ങനെ? മാർക്കറ്റിംഗ് സ്വാമി, മാർക്കറ്റിംഗ്. വെട്ടിത്തിളങ്ങുന്ന ചിപ്സ് പാക്കറ്റില് പാതി കാറ്റടിച്ചു കൊടുത്താലും വിശ്വസിച്ച് വാങ്ങുന്നില്ലേ? പാക്കേജിംഗ് സ്വാമി, പാക്കേജിംഗ്. അല്ല, ഇപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യും. ഒരുപാട് സംസാരിക്കാതെ ഒരു ദിവസം ഒരാളോട് സംസാരിക്കാൻ. എന്താ ഈ പറയുന്നേ? ജയമേ ലയം. പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ആരാ നിങ്ങള്? ഡ്രൈവർ ജോലിക്ക് ആള് വേണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തില്ലേ, അതിനായിട്ട് വന്നതാ. ഇതിനു മുമ്പ് എവിടെയാ ഓടിച്ചോണ്ടിരുന്നത്? റോഡിലാണ് ഓടിച്ചത്. സോറി, ആരുടെ വീട്ടിലാണോന്നാ ചോദിച്ചത്? ഒരു ആംഗ്ലോണ്ടിന്റെ വീട്ടിലാണ് കാർ ഓടിച്ചത്. ഏതായി ചെറുക്കൻ? ഡ്രൈവർ ജോലി അന്വേഷിച്ച് വന്നതാ. നമസ്കാരം സാർ. നിന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ സാർ. ശരിയായ ആളാണെങ്കിൽ പെണ്ണിനെ അടിച്ചോണ്ട് പോകും സാറേ. കാണാൻ എന്നെപ്പോലെ പാവത്താനെ മാതിരി ഭവ്യമായിരുന്ന നിങ്ങളുടെ കാറ് മാത്രമേ ഓടിക്കൂ സാറേ. സംസാരവും ശരിയല്ല. ഒരാളെ വിശ്വസിച്ച് നടുറോഡിൽ ഇറങ്ങി മാഡം. ഭയങ്കര കഷ്ടതയിലാ മാഡം. കാർ ഓടിക്കുന്ന ജോലി തന്നില്ലെങ്കിലും സാരമില്ല മാഡം. കാക്കയെ ഓടിക്കുന്ന ജോലിയെങ്കിലും തരൂ മാഡം. മതി, ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് തന്നിട്ട് ജോലിക്ക് കയറിക്കോ. കമലേ, ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്നെ കാർ ഡ്രൈവർ ആക്കി മാറ്റി. പിന്നെ ബസ് ഡ്രൈവർ, ട്രെയിൻ ഡ്രൈവർ,
എയറോപ്ലെയിൻ ഡ്രൈവർ എന്നിങ്ങനെ ഡ്രൈവറിൽ പ്രൊമോഷൻ കിട്ടി തന്നെ പോണം. വാണി കുറച്ച് പുറകോട്ട് വാ. നീ ഇവൻ എന്നാ ഇവിടെ ജോലിക്ക് ചേർന്നത്? ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഞാന്. ഇന്നിപ്പോ ഇത്രയും വലിയ കാറിന്റെ ഡ്രൈവർ ആയിരിക്കുന്നു. എന്റെ വളർച്ചയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഓട്ടോ ഓടിച്ചാലും കാർ ഓടിച്ചാലും നിങ്ങളെ ഡ്രൈവർ തന്നെയാ. എടി, നാളെ ജീവിതം എന്ന വണ്ടിയില് നിന്നെ പോലെ ഒരുത്തി എടുത്തു വെച്ച് ഓടിക്കാൻ നല്ല ഡ്രൈവർ തന്നെ വേണ്ടേ? നിന്നെ ഒരുപാട് നാണം കെടുത്തിയല്ലോ. പെട്രോൾ മോഷ്ടിച്ച് വലിയ പണക്കാരനാകാന്ന് കരുതിയപ്പോ ഇവന്മാർ ഇവിടുന്ന് വണ്ടി അനക്കുന്ന ലക്ഷണമില്ലല്ലോ. എനിക്ക് കാർ ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നില്ലല്ലോ. നമസ്കാരം. എന്താ നിങ്ങളുടെ വോട്ട് രമണി ചേച്ചി തന്നെ ഇടണം കേട്ടോ, മറക്കരുത്. ഇവന്റെയൊക്കെ ഒടുക്കത്തെ ഒരു വോട്ട് ചോദ്യം. നാശം പിടിച്ച കഴുത്തിറക്കുന്ന പോലെ പലിശയ്ക്ക് കൊടുക്കുന്നത്. ഇവളൊക്കെ കൗൺസിലറായ നാട് കുട്ടിച്ചോറാവും. നീ വോട്ട് ചെയ്യോ? ഇവർക്ക് ആരെങ്കിലും വോട്ട് കൊടുക്കുവോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുവാൻ വോട്ട് ചെയ്യൂ ക്രിക്കറ്റ് ബാറ്റ്. എന്താ അർണോൾഡേ, തെരഞ്ഞെടുപ്പ് പരിപാടിയൊക്കെ തകർക്കുവാണല്ലോ. അടിച്ച് തകർക്കുവാണല്ലോ എന്ന്. ഉള്ളിൽ അതിനേക്കാളും നല്ല പോലെ പോകുന്നുണ്ട് മോനെ. അതല്ലേ സംഭവിക്കൂ. ഈ നാട്ടിൽ ഒരുത്തിനും അനുസരിക്കുന്നില്ല ചേച്ചി. ചേച്ചി ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഒരു വോട്ട് പോലും എഴുതത്തില്ല. ചേച്ചി ഉറപ്പായിട്ട് കമലഹാസൻ നമുക്ക് പണി തരുന്ന തോന്നുന്നു. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നേ? നന്നായിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നേ. നാട്ടിലുള്ളവർ പലതും വിളിച്ചു പറയും. അതെല്ലാം പോയി ചോദിക്കാൻ പറ്റുമോ? അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നാളും കത്തിയും തൂക്കി നടക്കുമല്ലായിരുന്നോ? ഇപ്പം വെറുതെ ഇരിക്കുകയല്ലേ. അതാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ. ഇവന്മാരെ